ബ്രോ ഞാൻ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാം. അനുമോളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരാളുണ്ട്. ആദ്യം എൻ്റെ അടുത്ത് സോഷ്യൽ മീഡിയ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം തന്നെ എനിക്കറിയാം, ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല പരിപാടിയിൽ. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പി ആർ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് പി ആർ നിങ്ങൾ അനുമോളോട് ഉദ്ഘാടനത്തിൽ ഇഷ്ടംപോലെ വന്നല്ലേ ആളുകൾ, ഇത്രയും ആളുകളെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ കാണുന്ന ഇത്ര ആളുകൾ ഉദ്ഘാടനം വന്നിട്ടുണ്ട്. അത് പി ആർ അല്ലല്ലോ, ഇത് പി ആർ ആണോ? ഈ ഏരിയയിലുള്ള ആളുകൾ എന്നോട് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ ഈ ഇതിന്റെ ഓണറോട് ഇഷ്ടമുണ്ടാവും, പിന്നെ ഈ ഒരു പൂള് കാണണമെന്ന് ആഗ്രഹിക്കുന്ന. അപ്പൊ എല്ലാം ഒരു ഇതല്ലേ, ബിഗ് ബോസ് കാണുന്ന ആളുകൾ തീരുമാനിക്കും അതിൽ ആര് വിന്നർ. ഇപ്പൊ എത്ര പി ആർ ചെയ്യാൻ പറ്റും? 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അനുമോള് ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അത് ചിന്തിച്ചതില്ലേ? 16 ലക്ഷം രൂപ പി ആർ എന്ന് പറഞ്ഞിട്ട് അതുണ്ടായിരുന്നെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ പോകണ്ടല്ലോ. ആ പൈസ വെച്ച് ഒരു ബിസിനസ് ചെയ്താൽ മതില്ലേ? ലാസ്റ്റ് പോണകാലം പോലും എനിക്കറിയാം അനുമോളുടെ അവസ്ഥ. ഈ അനുമോളെ പേഴ്സണൽ അറിയുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ബാക്കിയുള്ള എന്തോലും പറയാം. അവള് പോണകാലം ഇപ്പൊ ഡ്രസ്സ് വാങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായിരുന്നു. കാര്യം നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രസ്സ് നമുക്ക് ഷർട്ടും പാൻറ്റും മാറി ഇടാൻ പറ്റും. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അതൊക്കെ ആ കളർ സ്റ്റോണൊക്കെ പിടിച്ചൊക്കെ എന്താ പറയാ. അപ്പൊ ഈ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറയുമ്പോ അനുമോള് പോണേന് മുമ്പ് ഒരുപാട് ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനാഗുറേഷൻ ഒന്നും ഒരു പൈസ പോലും ഉണ്ടാക്കിയതിന്റെ ചോദ്യമല്ല. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാല് കാർ ലോൺ, ഹൗസ് ലോൺ ഇതടക്കണം. വീട്ടിലെ ചെലവ് അനുമോളെ നോക്കിയിട്ടില്ല, അവളുടെ അച്ഛനമ്മേനെ. അപ്പൊ ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ ഉദ്ഘാടനത്തിന് 1 കോടി രൂപ ഒന്നും കിട്ടില്ല. ഒരു 50,000 രൂപ, മാക്സിമം 20,000, 30,000, 40,000, 50 രൂപ, 1 ലക്ഷം രൂപ. അനുമോള് മാസം 5 or 10 ഉദ്ഘാടനം ചെയ്യണ്ടാവും. അത്രേ ഉള്ളൂ. ശേഷം അനുമോള് പറഞ്ഞിട്ടെന്ന് വിശ്വനക്ഷത്ര പറയുണ്ടായി. ചില ചുരുക്കത്തിന്റെ ഭാഗമായിട്ട് അനുമോൾക്ക് ഡ്രൈവർ ഇല്ല. പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു മാനേജർ ഇല്ല. പിന്നെ കാറ് അവളൊരു പറതിട്ടിട്ട് ഈ പറഞ്ഞ ട്രെയിനും ബസ്സിലൊക്കെ പോയിട്ടിരുന്നത്. സത്യമാണ്. ഞാനാണ് മിക്കപ്പോഴും ഈ മലപ്പുറത്തൊക്കെ വരുമ്പോൾ ഒന്നീ മറ്റേ ഷൊർണൂർ അല്ലെങ്കിൽ മറ്റേ കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ പിക്കുക. അല്ലെങ്കിൽ ഈ A1 ബസ് ഉണ്ടല്ലോ, A1 ബസ്സിനെ കൂടുതൽ ട്രാവൽ ചെയ്യാറ്. ആ ബസ് ചിലപ്പോൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഒരു മെയിൻ ഒരു ഏരിയ ഉണ്ടോ, മിക്ക എടപ്പാളാണ് സ്റ്റോപ്പ്, എടപ്പാളത്ത് പിക്കും. അങ്ങനെ എവിടെയൊക്കെ പിക്കല് അതിൻ്റെ ചെങ്കോട്ടി സ്റ്റോപ്പ് ഉണ്ടാവും, അവിടെ പിക്കും കോട്ടയ്ക്കൽ. ഞാൻ കാണുന്നില്ല, ഈ ആളുകൾക്ക് എന്തോലും പറയാനുള്ളൂ. ടാർഗറ്റ് നല്ല ഗെയിമേഴ്സിനെ ടാർഗറ്റ്. അതിപ്പോ ബിഗ് ബോസ് എല്ലാ ഭാഷയിലും എല്ലാ കണ്ടസ്റ്റൻസും അങ്ങനെയാണ്. മനസ്സിലാക്കാന്ന് പറഞ്ഞാല് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഫാമിലിനെ കണ്ടോ? അക്ബറിന്റെ അകത്തുള്ള ആളെ എങ്ങനെ അക്ബർ അറിയുന്ന പുറത്തുള്ള ആര്യൻ അക്ബറിനോട് പറഞ്ഞതാണ് ആ എപ്പിസോഡിൽ. ആര്യനാണോ കോടതി? ആരാണോ ബിഗ് ബോസ്? ആര്യൻ പറഞ്ഞ വ്യക്തി പുറത്തു പോയിട്ട് ആരിലും. ഞാൻ ഇപ്പോഴും പറഞ്ഞത് ബിഗ് ബോസിൽ ഞാൻ പോയ ആളാണ്. ഈ അവിടുന്ന് ഇവിടുന്ന് കേട്ടോ വെച്ചിട്ടില്ല, ജഡ്ജ് ചെയ്യാതെ നമുക്കൊരു ആ വ്യക്തിയെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. അനുമോൾ ഒരു വ്യക്തി, ഞാൻ അതിനകത്ത് പോയതാണ്. അനുമോൾ അവിടെ ആരും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ബിഗ് ബോസിൽ കാണുന്നത് വ്യക്തിപരം ടാർഗറ്റ്. ഗെയിമിന്റെ രീതിയിൽ പല വർത്തമാനമൊക്കെ പറയണ്ടാവും. അത് ആ ഷോയുടെ ഭാഗമാണ്. അല്ലാതെ ഒരു വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു സീക്രട്ട് കാര്യം പറയട്ടെ അത് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്യാനുണ്ടാവില്ല. ഒരിക്കലും ഇല്ല ബ്രോ. അതൊന്നും ഞാൻ ഒരാൾക്കൊരാളും ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ അതൊരു തന്ത്രമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണൊരു പുരുഷന് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യം. അതൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ജീവിതം വെച്ച് കളിക്കുന്നില്ല. അതാണ് ഈ ടാർഗറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അതായത് ഗെയിമിൽ ഇല്ലാത്ത ആൾക്കാരാണ് ആളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ പുറത്തുനിന്ന് ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പൊ പുറത്തു പോയപ്പോ അവർക്ക് കിട്ടിയില്ല, നല്ലോണം ഏറിപ്പോയില്ല, കുറെ ആളുകൾ ഏറി പോയി. അപ്പൊ അവർക്ക് ഇപ്പൊ ഇനി അവരുടെ വശം ക്ലിയർ ചെയ്യണം. അവര് നല്ലവരാണെന്ന് കാണിക്കണം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മാങ്ങിയുള്ള മാവിലേക്ക് കല്ലെറിഞ്ഞാലാണല്ലോ അത് കാണാം. അപ്പൊ അനുമോള് ടാർഗറ്റ് ചെയ്താൽ അത് അനുമോൾ അങ്ങനെ കുറച്ച് ഏറ്റെടുക്കും. അനുമോള് കുറച്ച് സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. രണ്ട് വശമാണ്. അപ്പൊ അമ്മയെ തല്ലിയ 2 വശം എന്നുള്ളത് അങ്ങനെ അത് ഇതാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പറഞ്ഞാല് എങ്ങനെയായാലും അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് കൊള്ളും. അപ്പൊ അവിടെ പോയി ടാർഗറ്റ് ചെയ്യാം. അതായത് വിജയിക്കുന്നില്ല ഉറപ്പായ ഒരാളെയാണ് ഇവര്. വിജയിച്ചാലും കുഴപ്പമില്ല, വിജയിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അനുമോൾ ജയിച്ചാൽ എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു എന്റെ മനസ്സിൽ അനുമോൾ വിന്നറാണ്. അത് ബേസിക്കലി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അനുമോളോട് 100 ദിവസം നിൽക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയ ഒരു കാര്യം, കാശ് കൊടുത്ത് എങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നേ.
ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളെ, എന്റെ സീസണിൽ PR ഇല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എങ്ങനെ കാശ് കൊടുത്ത് അതിന്റെ അകത്ത് നിൽക്കാൻ പറ്റും? ഒരു ഷോയിൽ കാശ് കൊടുത്ത് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കേ. അല്ല, സപ്പോസ് അനുമോള് ജയിച്ചാൽ തന്നെ PR പേരിലാണ് ജയിച്ചെന്നുള്ള ഒരു പേര് വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഒരാൾ കൈകാര്യം ചെയ്ത ഒരാൾക്ക് ജയിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണ് പറയുന്നത്. ആ രീതിയിൽ പുള്ളിങ് വരാൻ ചാൻസ് അതിന്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അനുമോൾ അതിന്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല. അനുമോൾ അതിന്റെ അകത്ത് നിന്നോണ്ടല്ലേ നാട്ടുകാരിൽ തീരുമാനിക്കുന്നതിന്റെ അകത്ത് ആര് നിൽക്കണം പുറത്താക്കണമെന്ന്. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ആളുകൾക്ക് പുറത്താക്കാൻ പാടില്ല അനുമോളെ. ഇനിയിപ്പോ എന്റെ മോശമായി ഏഷ്യാനെറ്റ് ഇവർ രണ്ടും കൂടിയാണല്ലോ ബിഗ് ബോസ് ഷോ കണ്ടക്ട് ചെയ്യുന്നത്. അനുമോള് അവർക്ക് ഷോസിന് വളരെ മോശമായിട്ട് റിവ്യൂ, അനുമോളെ പറ്റി അതിന്റെ അകത്ത് വളരെ മോശമായിട്ട് അനുമോൾ കാണിക്കുന്നുണ്ടെങ്കിൽ അനുമോൾ അവർക്ക് പിടിച്ച് പുറത്താക്കാം. അതാ ഷോയിൽ അഗ്രിമെന്റിലുള്ളതാണ്. ആ ഷോയുടെ റൂൾസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മളെ പുറത്താക്കാം. വോട്ടിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഷോയുടെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാളെ തല്ലുകയോ ഒരാളെ പേഴ്സണലി ഇത് ചെയ്യുകയോ ഒരാളെ വ്യക്തിപരമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്താക്കാം. അത് പേഴ്സണൽ അതിൽ അഗ്രിമെന്റിലുള്ളതാണ്. ഷോയുടെ റൂൾസ് ഉണ്ടല്ലോ. അങ്ങനെ ഇഷ്ടംപോലെ തല്ലുകയോ അങ്ങനെ ഇത് ഞാൻ മനസ്സിലാക്കി. ജനങ്ങൾ തീരുമാനിക്കുന്ന ഷോയാണ് ഇത്. PR എന്ന് പറഞ്ഞ ഒരു ഷോ ഒരിക്കലും PR കൊണ്ട് ജയിപ്പിക്കുന്നില്ല. അങ്ങനൊന്നുമില്ല. ചുമ്മാ ഇന്നലത്തെ ഒരു കണ്ടന്റ് പറഞ്ഞാല്, ഇന്നലെ എല്ലാ സോഷ്യൽ മീഡിയ സ്പ്രെഡാണ്. ഹിന്ദി ബിഗ് ബോസിൽ നടക്കും അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് PR ഒരു പല കണ്ടസ്റ്റൻസും അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. പല അങ്ങനെ വീഡിയോ. കാര്യം പറയാം, ഈ ഷോ കാണുന്ന മലയാളി ഓഡിയൻസ് ആണ്. മലയാളികൾക്ക് ഒരു 100% 90% മലയാളി സപ്പോർട്ട് അനുമോൾ ഉണ്ടെങ്കിൽ അനുമോൾ ജയിക്കും. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ പെരുമ്പാവൂരിലെ ബംഗാളീസോ വോട്ട് വേറെ ആക്കി ചെയ്താലും ജയിക്കുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കും. ഞാൻ ബിഗ് ബോസ് സീസൺ പോയി ഞാൻ 3ാം സ്ഥാനം വന്ന ഒരാളാണ്. ഞാനിപ്പോഴും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ബാനർ വെച്ചിട്ടും സ്റ്റാർ മാജിക് ബാനർ വെച്ച് ഉദ്ഘാടനങ്ങളും ഇവന്റിനും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾക്ക് പോകുന്ന ഒരാളാണ്. മനസ്സിലായോ? എനിക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കറിയാൻ പാടില്ല അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. RJ ബിൻസിന് ഇപ്പൊ ഷോ കഴിഞ്ഞിപ്പോ അവര് ഗസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അവിടെ അതിനോട് ഗെയിം കളിക്കുന്ന ആവശ്യമില്ല. എനിക്കറിയാൻ പാടില്ല. അവർ ഡയറക്റ്റ് ഫിനാലിലേക്ക് എനിക്കറിയാം. അത് നോർമലി വളരെ ഹാപ്പി ആയിട്ട് ഷെയ്ക്കാൻ കൊടുക്കുക, പോവുക, എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു ചിൽഡ്രപ്പ് കൊടുക്കുക, ഓൾ ദ ബെസ്റ്റ് പറയുക. ഫൈനൽ വന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്, കപ്പെടുക്കട്ടെ, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് പോലും. അല്ലാതെ വ്യക്തിപരമായിട്ട് ദേഷ്യവും വിദ്വേഷവും കാണിക്കുന്ന ആവശ്യമില്ല. ഇപ്പൊ പുറത്തു പോയ ആൾക്കാര് തിരിച്ചു വന്നില്ലേ? അവര് ഇപ്പൊ കളിക്കുന്ന ഗെയിം ആദ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു. അവരിപ്പോ ഈ റേസ് ശബ്ദം ഉയർത്തുന്നത് ആദ്യം തെറ്റ് കണ്ട ശബ്ദം ഉയർത്തിക്കുകയും ആദ്യം ശരി കണ്ട ശബ്ദം ഉയർത്തുകയും ഇതും ഇണ്ടാതെ വളരെ ന്യൂട്രലായിട്ട് കിട്ടുന്ന പൈസ വാങ്ങിച്ച് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ല. പിന്നെ PR നോക്കിക്കോളും. ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ നോക്കിക്കോളും. ഞാൻ ബൂസ്റ്റായിട്ട് സംസാരിക്കുന്നവരെ അവർ ഇട്ടോളും. അങ്ങനൊന്നുമില്ല. ബിഗ് ബോസിന്റെ ഷോ സോഷ്യൽ മീഡിയ 2 ഫോട്ടോ വീഡിയോ ഇട്ടിട്ടും വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർ വോട്ട് ചെയ്യും. അതിപ്പോ അനുമോളാണെങ്കിലും അക്ബർ ആണെങ്കിലും ആരും പുറത്തായല്ലോ. ആദ്യം നൂറ, പിന്നെ നിവിൻ, മറ്റേ നമ്മുടെ അനീഷ്, പിന്നെ ഫൈനൽ ഒരാളുണ്ടല്ലോ ഷാനവാസ് പേര് കിട്ടുന്നില്ല. ഷാനവാസ് ആണെങ്കിലും ഇത്ര ആളുകളുണ്ട്. ഇത് ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവ പുറത്ത് വീഡിയോ ഇട്ടൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അനുമോള് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ആളുകൾ സപ്പോർട്ട് ചെയ്യില്ല. ഒത്തിരി ഡിഫിക്കൽട്ട് സംഭവമാണ്. അത് നമുക്കും നാട്ടുകാർക്കും ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ വിവാഹം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കണ കുറച്ച് ആളുകളുള്ളൂ. വിവാഹം നല്ലൊരു എന്താ പറയാ ഏറ്റവും അടിപൊളിയാണ്. പക്ഷെ നല്ലൊരു പാർട്ട്ണറെ കിട്ടും. അപ്പൊ അനീഷും അനുമോളും കല്യാണം കഴിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റുമല്ലോ. അവര് നല്ല സുഹൃത്തുക്കളായിട്ട് എനിക്ക് പേര്. അനീഷ് ചിലപ്പോൾ അനുമോൾ ചെറിയ ഇഷ്ടമുണ്ടാവും. സ്വാഭാവികമാണ്. ഇപ്പൊ എനിക്ക് ഒരു പെൺകുട്ടി അടുത്തേക്ക് പെരുമാറുമ്പോ ഫ്രണ്ടിനോട് നമുക്ക് ഇഷ്ടം തോന്നും. അത് നല്ലതാണ്. അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണ്ടേ നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള എനിക്കറിയില്ല. അവരെ തമ്മിലുള്ള പ്രശ്നമല്ലേ. നമ്മൾ ഈ വേണ്ടത് കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചു. ഒരാളുടെ രണ്ടുപേരും ജീവിതം വെച്ച് ഇങ്ങനെ അമ്മാനാവാൻ പാടില്ല. ഞാൻ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ബ്രോ, ഇതിന്റെ അടുത്ത് അനുമോൾക്ക് ആ കംഫർട്ട് അടിച്ച് ഷാനവാസ് അനീഷ് മാത്രമേ ഉള്ളൂ. അവരുടെ മാത്രം സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പണ്ട് ഞാൻ പോലും ബിഗ് ബോസിൽ പോയിരുന്നു സീസൺ. അന്ന് അനുമോളെ ഞാൻ കളിയാക്കിയപ്പോ അനീഷിന്റെ അടുത്തൊന്ന് ഞങ്ങൾ അനീറ്റക്കുട്ടിയെ ഒന്ന് കളിയാക്കണ്ടായിട്ടൊന്ന് തമാശക്ക് ഫണ്ണായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നാട്ടുകാരാണ് വലിയ വിഷയങ്ങളാക്കുന്നത്. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുറത്തേക്ക് നമ്മളിവിടെ ആർമിയും വാറൊക്കെ നടത്തും. ഒരു പുറത്തേക്ക് തോറ്റ് കൈയിട്ട് നടക്കും. ലാസ്റ്റ് എന്താവും ഈ നിങ്ങളൊക്കെ ഈ ഇതിനുവേണ്ടി മത്സരിച്ച് അല്ലെങ്കിൽ ഇതിനുവേണ്ടി ആർത്തോ ഉല്ലസിച്ച് വഴക്കുണ്ടാക്കിയ ആളുകളൊക്കെ
അവര് ചമ്മിപ്പോകും. അല്ല ശരിക്കും അനുമോളെ പിന്നീന്ന് കുത്തുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കും അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളില് മത്സരിക്കുന്ന കണ്ടസ്റ്റൻസ് പിന്നിൽ നിന്ന് അനുമോളെ കുത്തുന്ന ആരായിരിക്കും ശരിക്കും ബ്രോ? അങ്ങനെയൊന്നുമില്ല ബ്രോ. അനുമോളെ പറഞ്ഞാൽ മാത്രമേ അവിടെ അത് ഏറ് പോകുന്നുള്ള സിറ്റുവേഷൻ വരെയായി. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് ഈ അനുമോളുടെ ഭാവയ്ക്ക് ഇത്രയും വലിയൊരു ഇതുണ്ടെന്ന്. ഇടയ്ക്ക് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആദില അവരാണ് പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നത്. ആദില ഇടക്ക് അനുമോളെ കുത്തുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സോൾവ് ആയി. പക്ഷെ അതിന് മുന്നേ ഇടക്കിടക്ക് അനുമോളുടെ വിഷയം അങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് വലിയ പ്രശ്നമാകണമായിരിക്കും. ആ ഒരു റൈസ് കൊടുത്ത് ഇഷ്യൂ പ്രശ്നമായത്. ചോറ് വിളമ്പിയപ്പോ എന്തൊരു ചെറിയ കാര്യങ്ങളൊക്കെ കറി കൊടുത്തില്ലാന്നോ, കറി കൂടുതൽ എന്തൊക്കെയോ ചെറിയ റീസണാണ് ഇത് വലിയ വിഷയങ്ങളാവുന്നത്. അത് ബിഗ് ബോസ് ഷോയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. ചെറിയ കാര്യങ്ങളാണ് വലിയ വഴക്കുകൾ. അത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു അതിർത്തിറക്കം വലിയ കൊലപാതകങ്ങളിലേക്ക് നീണ്ട കാലമാണ് നമ്മുടെ കേരളത്തിൽ. ഇത് ചെറിയ വഴി തിരക്കുമല്ലോ, വഴി. നമ്മൾ വഴി നടക്കുമ്പോൾ ആ വഴി എന്റെ വഴിയാണ്, ഇത് എന്റെ ആധാരത്തിൽ ഞങ്ങളുടെ വഴിയാണ് പറഞ്ഞിട്ട് അവിടെ വലിയ കൊലപാതകങ്ങൾ നടന്നും വലിയ കോടതിയിൽ വലിയ കേസായ ഒരു നാടാണ് നമ്മുടെ കേരളം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു റിയാലിറ്റി ഷോ പോയി ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കട്ടപ്പാന്ന് പേര് വിളിക്കുമ്പോ ശൈത്യയുടെ എല്ലാരും കട്ടപ്പാന്ന് വിളിക്കണം. അങ്ങനെ ഇത് കണ്ട് ചിരിക്കാറുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ട്രോളൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ മതി. അതിപ്പോ ശൈത്യാണെങ്കിലും അനുവാണെങ്കിലും ഇത് പുറത്തിറങ്ങുമ്പോ പല ഇപ്പൊ എനിക്ക് എന്തൊക്കെ പറഞ്ഞു ഫസ്റ്റ് സീസണില് അത് ജീവിതകാലം മൊത്തം ഇത് നമ്മുടെ പിന്നാലെ പാമ്പിനെ പോലെ വരുന്നില്ല. ട്രോൾ ഇപ്പോൾ ഓൾവേസ് ഒരു ഫണ്ണായിട്ട് എടുക്കുക. ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഫണ്ണായിട്ട് ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കരുതുക. അതൊരു കട്ടപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി അതിഭീകരമായിട്ടൊരു കഥാപാത്രമാണ്. സത്യരാജ് സാറ് അഭിനയിച്ചൊരു അതിഭീകരമായ കഥാപാത്രം. അത് വലിയ സംഭവം ഒന്നല്ല. കട്ടപ്പാന്ന് തെറ്റിദ്ധാരണയിൽ അയാളെ ബാക്കിൽ നിന്ന് കുത്തുന്നതാണ് ബാഹുബലിനെ ആ സിനിമയിൽ അങ്ങനെയാണ് തെറ്റിദ്ധാരണ. അനുമോൾക്കും അനീഷിനും അല്ല അനുമോൾക്കും ഷാനവാസിനും എന്തെങ്കിലും മനസ്സിലാവും. അനുമോളാണ് ശരിയെന്ന് എന്തെങ്കിലും മനസ്സിലാവുമ്പോൾ അവരങ്ങോട്ട് വിളിച്ച് സോറി പറയും. നമ്മൾ അല്ല ഈ ഇവര് ഇറങ്ങിയതിന് ശേഷമല്ലേ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നുണ്ടോ? അതോ ആദില നൂറ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സാധാരണ അങ്ങനെ കാണാറില്ല. ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സുഹൃത്തുക്കളും അവരെല്ലാം വേറെ വേറെ വീട്ടിലേക്ക് പോകുന്നത്. അവർക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. ഒരുമിച്ചല്ലോ ജീവിക്കുന്നത്. അവരെ ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയ അങ്ങനെ പല കാര്യം കോണ്ടാക്ട് ഉണ്ടാവും. ഈവൻസിൽ കാണും. മനുഷ്യനല്ലേ ബ്രോ? എത്ര നാള് വഴക്കും. ഇപ്പൊ ഉണ്ണിമോദിനും സീക്രട്ടേഴ്സ് ആയി നമ്മൾ എത്ര വഴക്കായിരുന്നു. എന്ത് വഴക്കായിരുന്നു കേരളം. ഒരു മിണ്ടിയില്ലേ? ഞാൻ മനസ്സിലാക്കിയായിരുന്നു പറഞ്ഞാല് കണ്ടാൽ ഹലോ എന്തെങ്കിലും സുഖാണോ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങള് ഈ മൊബൈലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞുണ്ടാകുന്ന വിഷയങ്ങളല്ലേ കഴിയുമ്പോൾ തീരും. അനുമോൾ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കുക. അത് മോറൽ പോലീസ് അല്ല, അത് മനുഷ്യത്വമാണ്. തെറ്റി ചൂണ്ടിക്കാണിക്കുന്നത് മോറൽ പോലീസ് ആണെങ്കിൽ പിന്നെ ഇവിടെ കോടതിയിൽ ആവശ്യമുണ്ടോ? തെറ്റ് ചെയ്യുന്നവനെ കോടതിയിൽ കേസെടുക്കുകയും അയാൾ ജയിലിൽ കയറ്റി അത് ജയിലിൽ ആവശ്യമുണ്ടോ? ഈ മോറൽ പോലീസ് മാത്രല്ല പല വീട് ഉപയോഗിക്കുന്നത്. തള്ള വൈബ് അമ്മായി എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരും അവിടെ തന്നെ തെറ്റ് പറയുന്ന സ്ത്രീ അമ്മായി ആവണം. എങ്ങനെയാണ് തെറ്റ് കണ്ട പ്രതികരിക്കുന്ന സ്ത്രീകൾ അമ്മായിമാരാണോ? അങ്ങനെ ഇവിടെ സ്ത്രീകളൊക്കെ അമ്മായിമാരല്ലേ? അനുമോൾ അവിടെ തെറ്റ് കണ്ടു, അതവള് പ്രതികരിച്ചു. അത് ഞാനും പോയി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ കാലഘട്ടം ജീവിക്കണമെങ്കിൽ തെറ്റ് ചിലപ്പോൾ കണ്ടില്ലാതെ പറ്റി ജീവിക്കേണ്ടി വരും. അതാണ് ഈ കാലഘട്ടം. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ അമ്മായിന്നും മോറൽ പോലീസിനും സദാചാരം എന്നും അങ്ങനെ പല പേരുകൾ വരും. സ്വാഭാവികമാണ്. അത് ഈ വേൾഡ് അങ്ങനെയാണ്. അതിപ്പോ നമ്മള് കുറച്ച് ആളുകളും വെച്ച് തിരുത്താൻ പറ്റില്ല. അനുമോൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ആർക്കും തിരുത്താൻ പറ്റില്ല. ഈ ലോകം അങ്ങനെയാണ്. ഈ ഷാനവാസിനും അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പേയ്മെന്റ് കൂടുതൽ എന്ന് പറയുന്നത്. അനുമോൾക്ക് അറിയാൻ പാടില്ല. അവരുടെ ബാങ്ക് ബാലൻസ് ഒന്നും എന്റെ അടുത്ത് അല്ലെങ്കിൽ അവർക്ക് അത് ഞാൻ ചോദിച്ചിട്ടില്ല. 50,000 എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ. അനുമോൾക്ക് സ്റ്റാർട്ടും ഉണ്ടല്ലോ. 50,000 കിട്ടാനുള്ള ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾ പറ സ്റ്റാർട്ടും ഉണ്ട് അനുമോൾക്ക്. അനുമോൾക്ക് ഇവിടെ അനുമോൾ ഉദ്ഘാടനത്തിൽ വന്ന ആളുകൾ വരാറില്ലേ കാണാൻ? അനുമോളെ കാണാൻ അമ്മമാര് വരാറില്ലേ, ചേച്ചിമാര് വരാറില്ലേ? 100 ദിവസം ഒരു ടി വിയിൽ അനുമോളെ ലൈവായിട്ട് അനുമോളുടെ ജീവിതം, അനുമോൾ പല്ല് വെക്കുന്നു, കുളിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, പാത്രം കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരു വീട്ടിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അതും ടി വിയിലിരുന്ന് കാണാണ് വിത്തൗട്ട് മേക്കപ്പ്. ഓക്കെ, ഇതൊരു കാര്യം ചോദിച്ചത് ഷിയാസ് കരീമിന്റെ പെറുടെ റവന്യൂ എത്രയായിരുന്നു? ഓരോരുത്തരും അവരുടെ റവന്യൂ ഒക്കെ റിവീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഏറ്റവും കുറവ് പൈസ എനിക്കായിരുന്നു. ആ സീസണിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പേയ്മെന്റ് 1,00,000 രൂപ. എനിക്ക് ചെറിയ പൈസ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അന്നത്തെ എനിക്കത് വലിയ പൈസയായിരുന്നു. എന്താ ചെറിയ പൈസ? ഇല്ല, 20 ഒന്നും ഉണ്ടായില്ല. കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ നുള പറഞ്ഞതിനാ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. കാര്യം എനിക്ക് സ്റ്റാർ ഒന്നും ഉണ്ടായില്ല. എന്നെ ആർക്കും അറിയാൻ പാടില്ലായില്ല. ഞാനൊരു മോഡൽ മാത്രമായിരുന്നു. അതുപോലെ ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിലൊരു മോഡൽ, ഒരു പൊക്കം ഉണ്ടാവുന്ന മോഡൽ. ഓഫ് കോഴ്സ് എനിക്ക് എന്റെ കരിയർ മാറി. ഞാൻ വീട് വെച്ചു, ജിം തുടങ്ങി,
പല കാറ് വാങ്ങിച്ചു, പല പല കാര്യങ്ങൾ, വിവാദങ്ങൾ വരുന്നു. അത് നോർമലി വീട്ടിലിരിക്കുന്ന ആൾക്ക് വിവാദം പറ്റില്ല. ആഫ്റ്റർ ബിഗ് ബോസ് ആണ് എനിക്ക് വിവാദങ്ങളും നല്ലതും ചീത്തയൊക്കെ എന്റെ ലൈഫിൽ വരുന്നു. സീസൺ കഴിഞ്ഞിട്ട് കുറെ ആയെങ്കിൽ ചോദിക്കാണ് എന്താണ് സീസൺ കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ കുറച്ചധികം ആളായി. 7 കൊല്ലമെങ്കിലും എന്താണ് അന്ന് പോകുമ്പോ സീസണിലേക്ക് പോകുമ്പോ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? സീസൺ കഴിഞ്ഞിട്ട് വരുമ്പോ എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു? ഞാനന്ന് അത്യാവശ്യം നല്ല ഫിസിക്കായിട്ടാണ് പോയത്. തിരിച്ചത് എന്റെ ഒരു 7 കിലോ കുറഞ്ഞാണ്. 7 കിലോ കൊണ്ടുള്ളൂ. പക്ഷെ ഇപ്പത്തെ സീസണിൽ മസിൽ മാസ് പോയി. ബോഡി മെലിഞ്ഞിരുന്നേ, മസിലിന്റെ ഒരു നമ്മുടെ മാസം ഉണ്ട് വലിപ്പം, അത് പോയി. അത് പോയിട്ട് മെലിഞ്ഞു പോയി, ക്ഷീണിച്ചു. ഫുഡിന്റെ കാര്യത്തില് ഭയങ്കര ഇതിനകത്ത് ജീവിക്കാൻ ഒരു സമാധാനം വേണ്ട. സമാധാനത്തിലേക്ക് ഉപരി എന്താണ് ഇത് പുറത്തു പോകണം നമുക്ക് അറിയാൻ പറ്റില്ല. 2 ചപ്പാത്തിയൊക്കെ രാവിലെ കൊടുക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത്. ചപ്പാത്തി ഞങ്ങള് ചപ്പാത്തി അല്ലായിരുന്നു, ഞങ്ങള് 3 നേരം റൈസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. 3 നേരം റൈസ് അല്ലേ? രാവിലെ ഉച്ചക്ക് റൈസ് ചോറ്. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് 4 നേരം വിശക്കുമ്പോ ഫുഡായിരുന്നു. അങ്ങനെ ഇന്ന സമയത്ത് ഫുഡൊന്നും നമുക്ക് അവിടെ ക്ലോക്കും ഒന്നുമില്ല. ടാസ്കിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് സ്റ്റൈൽ. AC ഇട്ട ഒരു വീട്ടിൽ, ജിമ്മും പൂളുള്ള ഒരു വീട്ടിൽ ഒരു സമാധാനം ഉണ്ടോന്ന് വെച്ചാൽ ചില ദിവസം ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അത്ര.